PR ശിവശങ്കർ. പക്ഷേ അത്ര സുഖകരമായ സാമ്പത്തിക കാലാവസ്ഥയല്ല. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ അതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഏറ്റവും ഒടുവിലത്തെ ധനകാര്യ കമ്മീഷൻ തീരുമാനമനുസരിച്ച് തൊട്ട് മുമ്പുള്ള 5 വർഷത്തേക്കാൾ കുറച്ച് മെച്ചപ്പെട്ടതാണ് കേരളത്തിൻ്റെ വിഹിതം, ഡിവിസിബിൾ പൂളിൽ നിന്നുള്ള റവന്യൂ വിഹിതം എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും സർക്കാരിന് ധനഞെരുക്കമുണ്ട്. കടമെടുക്കുന്നതിൽ കർശന നിയന്ത്രണങ്ങളുണ്ട്. ഓഫ് ബജറ്റ് ബോറോവിംഗ് വിലക്കിയിട്ടുണ്ട്. കൈ അയച്ച് ഇടപെടാൻ ഒരുങ്ങുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു സർക്കാരാണ്. അവർക്ക് അവരുടെ പ്രോമിസുകളൊക്കെ നടപ്പാക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു സാമ്പത്തിക സ്ഥിതി എന്ന പ്രശ്നമുള്ളത്. കേന്ദ്രം വരിഞ്ഞു മുറുക്കുമോ അതോ കുറച്ച് അയച്ചു കൊടുക്കുമോ? അഭിലാഷിൻ്റെ ചോദ്യം സമ്പൂർണ്ണമായും ഒരു സാമ്പത്തിക വിദഗ്ധനോട് ചോദിക്കുന്ന പോലെയാണ് എന്നോട് ചോദിച്ചത്. നിർഭാഗ്യവശാൽ താങ്കൾ ആവശ്യപ്പെടുന്ന പോലൊരു ഉത്തരം പറയാനുള്ള ഡാറ്റ എൻ്റെ കയ്യിൽ ഇപ്പോൾ പൂർണ്ണമായിട്ടില്ല. എങ്കിലും ഞാൻ എൻ്റെ അറിവനുസരിച്ച് ഞാൻ പറയാൻ ശ്രമിക്കാം. ആദ്യമായി ഈ സർക്കാരിനെ ഒരു രാഷ്ട്രീയമായ ആയസ്സും അതുപോലെ തന്നെ സാമ്പത്തികമായ ആരോഗ്യവും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഒരു ഉന്മത്താവസ്ഥ ഉണ്ടാകാതിരിക്കുവാനുള്ള പ്രാർത്ഥനയും ഞാൻ ആദ്യമായി നേരുകയാണ്. 2, താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഒരു പ്രായോഗികമായി കടക്കുകയാണെങ്കിൽ, നേരത്തെ കാരിശ്ശേരി മാഷ് പറഞ്ഞതിൻ്റെ ഒരു തെറ്റ് എനിക്ക് തോന്നുന്നത്, അദ്ദേഹം പറഞ്ഞത് ഈ സംസ്ഥാനത്തെ VD സതീശന് ഇവിടുത്തെ കേരളത്തിലെ യുവാക്കൾ, വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാരെല്ലാവരും വലിയ ഒരു പിന്തുണ നൽകി എന്നത് അദ്ദേഹം പറയുന്നുണ്ടായി. എനിക്കത് രാഷ്ട്രീയമായി ശരിയാണെന്ന് തോന്നുന്നില്ല. അത് നേരത്തെ അരുണെല്ലാം സൂചിപ്പിച്ചതുപോലെ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള അവരുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ 1000 രൂപ വിദ്യാർത്ഥികൾക്കും അതുപോലെ യുവാക്കൾക്ക് 5 ലക്ഷം രൂപ സാമ്പത്തികമായി നൽകും എന്നുള്ള, സംരംഭങ്ങൾ തുടങ്ങുവാനുമൊക്കെ നൽകുമെന്നുള്ള വലിയ ഒരു പ്രസ്താവനയുടെയൊക്കെ ഭാഗമായിട്ടാണ് അവർ നൽകിയത്. അതുമാത്രമല്ല, കഴിഞ്ഞ സർക്കാരിനെതിരെയുള്ള വലിയ ജനവിധി കൂടിയാണ്. അല്ലാതെ ഒരു വ്യക്തിക്കുള്ള ഒരു രാഷ്ട്രീയമായ തീരുമാനമായി ഇതിനെ കണക്കാക്കരുത് എന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സന്തോഷം കേട്ടോ, ഒരു വ്യക്തിക്ക് അത്രയും പിന്തുണ കിട്ടുന്നതിൽ സന്തോഷം. അപ്പോൾ മൂന്നാമത്തെ കാര്യം, താങ്കൾ ചോദിച്ചതിലേക്ക് അടുത്ത പടിയായിട്ട് കടക്കുവാണെങ്കിൽ, ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ആദ്യത്തെ ഒരു ദിവസം പോലും ആയിട്ടില്ല, മണിക്കൂറുകൾ, അതിനത്തെ ഒരു പ്രഖ്യാപനത്തെ മാത്രം വെച്ചുകൊണ്ട് ഒരു സർക്കാരിൻ്റെ തുടർ പ്രവർത്തനത്തെ ജഡ്ജ് ചെയ്യുന്നതിൽ ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ ഒരു തുടക്കത്തിൽ ഇപ്പം നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു കിലോ അരിയിൽ വേന്തോന്ന് നോക്കുവാൻ ഒരു മണി അരി മാത്രം എടുത്ത് ഞെക്കി നോക്കിയാൽ മതി, നമുക്ക് മനസ്സിലാവും. സാധാരണ നമ്മുടെ വീട്ടിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ അതുപോലെ തന്നെ ഈ തീരുമാനങ്ങളിൽ ചില കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. അത് പ്രധാനമായും 2 കാര്യങ്ങളാണ് എനിക്ക് തെറ്റായിട്ട് തോന്നുന്നത്. ഒന്ന്, ക്ഷേമ പദ്ധതികൾ യൂണിവേഴ്സലായി നടക്കുവാനുള്ളതല്ല, മറിച്ച് ഇത്തരം ക്ഷേമ പദ്ധതികൾ അത് ഇവിടുത്തെ പെൻഷനായാലും മറ്റുള്ള സാമ്പത്തികമായ സഹായങ്ങളായാലും അത് ഒരു പ്രത്യേക മതവിഭാഗത്തിനോ ജാതി വിഭാഗത്തിനോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വിഭാഗങ്ങൾക്കോ അവർ സാമ്പത്തികമായി എന്തെങ്കിലും അരക്ഷിതാവസ്ഥയുണ്ടെങ്കിൽ, അത് ചരിത്രപരമായ കാരണങ്ങളായാലും മറ്റു കാരണങ്ങളായാലും അവർക്ക് എന്തെങ്കിലും പിന്നോക്കാവസ്ഥ ഉണ്ടെങ്കിൽ അവർക്ക് നൽകേണ്ടതാണ് ഇത്തരത്തിലുള്ള ക്ഷേമ പദ്ധതികൾ. അത് മറിച്ച് ഇവിടെ യൂണിവേഴ്സലായി സാർവത്രികമായി ഇത്തരത്തിലുള്ള ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കും എന്ന് പറയുന്നത് നിരന്തരമായി കോൺഗ്രസ് മറ്റു പല സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെ കോവിഡ് അനന്തര കാലഘട്ടത്തിലും പറഞ്ഞിരുന്ന ഫ്രണ്ട് ലോഡ് എക്കണോമി നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ള ഒരു പൊളിഞ്ഞ സാമ്പത്തികാവസ്ഥയുടെ, മറ്റ് രാജ്യങ്ങളിലെല്ലാം അമ്പേ തകർന്ന ഫ്രണ്ട് ലോഡ് എക്കണോമി സംവിധാനത്തിൻ്റെ ഒരു പിന്തുടർച്ചയാണ്. അത് മറ്റ് സംസ്ഥാനങ്ങൾ നമുക്കറിയാം, കർണാടകയിലെല്ലാം അത് തകർന്നിരിക്കുന്നു. വലിയ രീതിയിലുള്ള സാമ്പത്തിക അരക്ഷിതാവസ്ഥ. അവിടെ ഇപ്പോൾ KSRTCയിൽ ഫ്രീ ആയിട്ട് നൽകിയതിന് മറ്റ് പ്രൈവറ്റ് ബസ്സുകളടക്കമുള്ള സമരത്തിൽ അവിടുത്തെ KSRTCക്ക് വലിയ നഷ്ടം. ഇത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു തുടക്കമെന്ന രീതിയിൽ ഇതിനെ നമുക്ക് തെറ്റായി വ്യാഖ്യാനിക്കാൻ പറ്റിയില്ലെങ്കിലും പോക്ക് ശരിയായ ദിശയിലാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. അതുകൊണ്ട് സാമ്പത്തികമായി ഇതിൻ്റെ ദിശാസൂചിക അത്ര ശരിയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്തരം എക്കണോമി, കാരണം കേരളത്തിൻ്റെ കടബാധ്യത നമുക്കറിയാം, കടബാധ്യതയാണെങ്കിൽ 4.5 ലക്ഷം കൂടിയെന്ന് ബഡ്ജറ്റിൽ പറയുന്നു, അതിനേക്കാൾ കൂടിയിട്ടുണ്ട്. ഇവിടുത്തെ വരുമാനത്തിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം അത് 40% GST ഇതും. താങ്കൾ നേരത്തെ ചോദിച്ചതിലേക്ക് 1 മിനിറ്റ് കൂടി ഞാൻ എടുത്ത് കടക്കുന്നു. മദ്യം ഏതാണ്ട് 15%, ലോട്ടറി 5%, കേന്ദ്ര ഗ്രാന്റ് 25-30%. തീർച്ചയായിട്ടും സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതത്തിൽ ഇവിടുത്തെ ഫിനാൻസ് കമ്മീഷൻ പറയുന്നത് പോലെ മാത്രമേ
കേന്ദ്രത്തിന് നൽകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് പദ്ധതികൾ കൃത്യമായി അവതരിപ്പിക്കുകയും അതിൻ്റെ കണക്കുകൾ നൽകുകയും ചെയ്താൽ പൂർണ്ണമായും ഗ്രാൻറ്റുകൾ കിട്ടും. അതിന് സംസ്ഥാനത്തെ മന്ത്രിമാരോടും MP-മാരോടും കൂടി തന്നെ BJP-യുടെ സംസ്ഥാന ഘടകവും ഈ ഗ്രാൻറ്റ് ലഭിക്കുവാൻ പൂർണ്ണമായും നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഞാൻ വാക്ക് നൽകുന്നു. ഒരു സംശയവുമില്ല, സംസ്ഥാനത്തെ ജനങ്ങളുടെ എല്ലാ വിഹിതങ്ങളും നേടിയെടുക്കാൻ ഞങ്ങൾ മുൻപന്തിയിലാണ്.